എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ, വെള്ളപ്പൂക്കൾ, പീസ് ലില്ലി. പേര് തന്നെ അങ്ങനെയാണ്, സമാധാനവും സന്തോഷവും. വെള്ളപ്പൂക്കളും വെള്ള നിറവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പീസ് ലില്ലിയെക്കുറിച്ചാണ് കേട്ടോ. ഇങ്ങനെ ഒരു 10-100 ചുവട് നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം ഞാൻ ഈ പീസ് ലില്ലി കൊണ്ടുവന്ന് നട്ട കാര്യമൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ ചെറിയ തൈ ഉണ്ടായി നിൽക്കുന്നുണ്ടോ. ഇതുപോലത്തെ 2 തൈയാണ് ഞാൻ കൊണ്ടുവന്ന് നട്ടത്. കണ്ടോ, എനിക്കത് ഉണ്ടാകുമെന്ന് പോലും വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിലയുള്ള ഈ തൈ അങ്ങ് 2 വലിയ ഇല വന്നതേ അതേ പൂവുണ്ടായിരുന്നു. നമ്മുടെ പീസ് ലില്ലിയിൽ കണ്ടോ ഒരു പൂവും കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചുവട്ടിൽ തന്നെ ഒത്തിരി പൂവുണ്ടാവും. കഴിഞ്ഞ ദിവസം 5 ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 6 ആയി. ഇന്നിപ്പോൾ 7 പൂവുണ്ട്. ഇനിയും ഓരോ കുഞ്ഞിത്തേലും പൂക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരിക്കും. ഏതായാലും 4 കൊല്ലം നട്ടിട്ട് 4 കൊല്ലമായി. നട്ട കൊല്ലം മേടിച്ചു കൊണ്ടുവന്ന് നട്ടായിരുന്നു. അന്നേരം മേടിച്ചു കൊണ്ടുവന്നല്ല, ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്ത് പോയപ്പം അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന വിദേശിയാണ് കേട്ടോ. ഇത് കൊണ്ടുവന്നപ്പം ഒരു ജൂണിലാണ് കൊണ്ടുവന്നത്. അന്നേരം അതേ പൂവുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ 4 കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് പിന്നെ പൂവുണ്ടാകുന്നത്. ഉണ്ടാകാൻ തുടങ്ങിയിട്ടിപ്പം എന്നും തന്നെ ഇങ്ങനെ പോകാതെ നിൽക്കുന്നുമുണ്ട്. 1-2 ആഴ്ച ആയി. ഓശാന ഞായറാഴ്ചയുടെ തലേദിവസം, കോഴിക്കോട്ടെ ശനിയാഴ്ചയാണ് ആദ്യം ഇതേ പൂ കണ്ടത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് വോട്ടിൻ്റെ അന്ന് 9-ാം തീയതിയായി. അപ്പം നാളെ ആകുമ്പോഴത്തേനും 15 ദിവസവും ഉണ്ടോ. 15 ദിവസം കൊണ്ട് 7 പൂവായി. നമ്മുടെ പീസ് ലില്ലി കണ്ടോ, അത് കോഴിക്കിപ്പോൾ വേനൽക്കാലമായപ്പോൾ കോഴിക്ക് പച്ചില കുറവല്ലേ. അത് കാരണം ചീരയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അതിൻ്റെ ഇല മുഴുവൻ ഇങ്ങനെ തിന്ന് നശിപ്പിച്ച് വെച്ചിരിക്കുക. നമുക്കിനി ഇതിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞ് തീർന്ന സ്ഥിതിക്ക് ഇതിനെ ഒന്ന് കണ്ടിച്ച് നേരെയാക്കാം. ഇതിൻ്റെ ഈ കോഴി തിന്ന ഇലകളെല്ലാം ഒന്ന് കണ്ടിച്ചെടുത്ത് സുന്ദരനാക്കാം. ഇപ്പോൾ കണ്ടോ, ഞാൻ അത്യാവശ്യം കുറച്ച് ചുവട്ടിൽ നിന്നൊക്കെ കണ്ടിച്ച് കളഞ്ഞു. ഇനി ഒരു മഴയൊക്കെ പെയ്താൽ പോലും അതിൻ്റെ ചുവട്ടിൽ ഒത്തിരി ഒന്നും ചീഞ്ഞ് വൃത്തിയൊന്നും വരില്ലായിരിക്കും. കോഴിക്ക് വേറെ പച്ചിലകളൊക്കെ ഉണ്ടായി തുടങ്ങി, ചീരയൊക്കെ. അതുകൊണ്ട് കോഴിയും വലിയ ശല്യത്തിന് ഇങ്ങോട്ട് വരില്ലായിരിക്കും ഇനി. ഈ പൂവിൻ്റെ ഭംഗി കണ്ടോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനകത്ത് നല്ല സൂപ്പറായിട്ട്. ഇത് കിഴക്കോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ഇത് ഇതിന് കൃത്യം ഏത് വശത്തോട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാ വശത്തേക്കും ഈ പൂക്കളുണ്ടാകും. പക്ഷേ ഇത് ഒരു ചെടിയായിട്ട് നിന്നിട്ട് നല്ല ഭംഗിയൊന്നുമില്ല അല്ലേ. ഒത്തിരി ചെടികൾ, പൂക്കളുടെ എണ്ണം കൂടുമ്പോൾ ഭംഗി കൂടുമെങ്കിൽ പോലും ഇതുപോലത്തെ നല്ല വരിയായിട്ട് നിരന്ന് നിൽക്കണം, എങ്കിലാണ് ഈ പൂക്കൾക്ക് ഭംഗി. ഇതിനെ ഇപ്പം പിരിച്ച് കുറച്ച് മുറ്റത്തിൻ്റെ അരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ അങ്ങ് നട്ട് നോക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ വേറെ ഇതിൻ്റെ തന്നെ കുറേ ഉണ്ട് കേട്ടോ. അതൊക്കെ വേറെ ഓരോ ഒറ്റയ്ക്ക് ചട്ടിയിലായിട്ട് നിൽക്കുന്നത് ഞാൻ കാണിക്കാം. ഇതാണ് ഒരെണ്ണം. ഇതും ഈ 2022 തന്നെ നട്ടായത്. 22 4 കൊല്ലമായത് കണ്ടോ. ഈ ചട്ടിക്കകത്തേത് അന്നേരം തന്നെ നട്ടത്. ഇതും അതെ. അന്നൊരു പൂവുണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാത്തിനെയും അങ്ങ് പിരിച്ച് നട്ടത്. ചെറുതായിട്ടായിരുന്നു നട്ടതെല്ലാം. ഇതുകൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ ചെറിയ തൈ ഉണ്ടായി നിൽക്കുന്നുണ്ടോ. ഇതുപോലത്തെ 2 തൈയാണ് ഞാൻ കൊണ്ടുവന്ന് നട്ടത്. കണ്ടോ, എനിക്കത് ഉണ്ടാകുമെന്ന് പോലും വലിയ വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിലയുള്ള ഈ തൈ അങ്ങ് 2 വലിയ ഇല വന്നതേ അതേ പൂവുണ്ടായിരുന്നു. ഇതും സെയിമാണ്. പക്ഷേ ഇത് പൂവുണ്ടായില്ല, ഇലയൊന്നുമില്ല, മൊത്തം കോഴി തിന്നു. ഇത് നോക്കി എത്ര വലുതായിട്ടാണ് നിൽക്കുന്നതെന്ന്. പക്ഷേ ഇതേലും പൂവുണ്ടായിട്ടില്ല. ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെയൊക്കെ കണ്ടോ, ചിലപ്പോൾ നോക്കാറുണ്ട് ഇങ്ങനെ. പക്ഷെ അകത്തൊന്നും കണ്ടിട്ടില്ല. ഓരോ പ്രാവശ്യം വരുന്നതും ഇല തന്നെയാണ്. ഇതാണ് എനിക്കിപ്പോൾ ഉള്ളതിൽ ലാസ്റ്റത്തേത്. ഇതോടെ തീർന്നു. വേറെ 2 എണ്ണം കൂടെ ഇതുപോലെ ഉണ്ടായിരുന്നത് ഞാൻ 2 പേർക്ക്, കുറേ 2-3 വർഷമായിട്ട് ഒരു പൂവും ഉണ്ടാകുന്നില്ലാത്തതുകൊണ്ട് ഇലച്ചെടിയായിട്ട് ഇഷ്ടമുള്ളവർക്ക് 2 പേർക്ക് ഓരോ ചട്ടി കൊടുത്തു.
പക്ഷേ ഞാൻ കൊണ്ടുവന്ന് നട്ടത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഈ കുഞ്ഞു തൈയില്ലേ, ഈ കുഞ്ഞു തൈ പോലത്തെ 2 തൈയാണ് കൊണ്ടുവന്ന് 2 പാത്രത്തിൽ നട്ടത്. അതാണ് 4 വർഷം കൊണ്ട് ഇത്രയും വലുതായത്. കണ്ടോ, ഇത്രയുള്ള തൈ. പക്ഷെ പൂ കായ്ക്കാനാണ്, അപ്പോൾ ഇത്രയുള്ള തൈ ആണെങ്കിലും കായ്ക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.